ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനമാണല്ലോ ദൈവസന്നിധിയിൽ ധ്യാന വിഷയമായി, പഠന വിഷയമായി നാം സമർപ്പിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു കൺവെൻഷൻ പ്രസംഗത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു ധ്യാന വിഷയമായിട്ടോ അല്ല നമ്മൾ ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലങ്ങളും അത് പറയുവാനുള്ള പ്രായോഗികമായ സാഹചര്യങ്ങളും അത് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ പ്രസക്തമായിരിക്കുന്നു എന്നുള്ള ചിന്തകളുമാണ് ഈ പഠനത്തിലൂടെ നമ്മൾ നയിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് നാം ഈ വചനങ്ങളെ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം വിശുദ്ധ വേദവചനം എടുത്തുകൊണ്ട് ആ വേദഭാഗം മനസ്സിരുത്തി വായിച്ച് ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കണം. ഒരു നിമിഷം ദൈവം മുൻപാകെ നമ്മുടെ തലയെ വണക്കാം. സർവ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവം തമ്പുരാനെ, അങ്ങയിലുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വചനത്തിലൂടെ ഞങ്ങളെ നീ പഠിപ്പിച്ചുവല്ലോ. ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ഞങ്ങളായിരിക്കുമ്പോൾ നിന്നിലുള്ള ഭക്തിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് വചനത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം അവിടുത്തെ ജ്ഞാനത്തെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ താഴ്ത്തി പൊന്നു തിരുമേനിയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7 വരെയുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം പഠന വിഷയമായി ധ്യാനിച്ചത്. ഇന്ന് 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പഠനമാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. 1 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളിൽ അവിടെ വിഗ്രഹാർപ്പിതമായ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായ ഭക്ഷണം. കൊരിന്ത് സഭയുടെ പ്രായോഗികമായ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ചില വൈഷമ്യങ്ങളിലൊന്നാണ് ഈ പഠന വിഷയം. ഗ്രീക്ക് സംസ്കാരത്തിൽ ഒരുപാട് ദേവന്മാരും ദേവിമാരും പ്രതിഷ്ഠകളും പൂജാ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മൃഗങ്ങളെ ദേവന്മാർക്ക് പ്രസാദമായി
യാഗമർപ്പിക്കുമായിരുന്നു. അത് യവന സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ബലിയർപ്പണം. ഈ ബലിയർപ്പണം വിജാതീയരുടെ ഒരു രീതിയായിരുന്നു. അങ്ങനെ ദേവന്മാർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസത്തിൻ്റെ ഒരു ഭാഗം ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കും. അതായത് ബലിയറുക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസം കുറേ ഭാഗം ക്ഷേത്രത്തിലെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കും. ക്ഷേത്രത്തിലെ പൂജയ്ക്കായിട്ട് എടുത്തതിൻ്റെ ബാക്കി ഭാഗം ആ ബലിയർപ്പിക്കപ്പെടുന്ന പുരോഹിതന്മാർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ധാരാളം മൃഗങ്ങളെ ബലിയർപ്പിക്കും. അതിൽ ഒരു നിശ്ചിത ഭാഗം മാത്രമാണ് പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. ബാക്കി ഭാഗം മുഴുവനും പുരോഹിതന് അവകാശപ്പെട്ടതാണ്. പുരോഹിതന്മാർ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ആ മാംസം ചന്തയിൽ വിൽക്കുമായിരുന്നു. അവരവിടെ ചന്തയിൽ വിൽപ്പനയ്ക്കായിട്ട് കൊടുത്തയക്കും. അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പലരും ആ ചന്തയിൽ ചെന്ന് അങ്ങനെ ക്ഷേത്രത്തിൽ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുവാനായി വാങ്ങുമായിരുന്നു. ഇങ്ങനെ ഭക്ഷിക്കുന്നതിൽ, അതായത് ക്ഷേത്രത്തിൽ അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ ഭക്ഷണം ഉപയോഗിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നുള്ളതാണ് പൗലോസിൻ്റെ അടുക്കൽ വന്നതായ സംശയം. അതിനുള്ള മറുപടിയാണ് പൗലോസ് ഈ അധ്യായത്തിലൂടെ നൽകുന്നത്. അത് ഭാരതീയ ക്രൈസ്തവർക്കും വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ ബലിയർപ്പിച്ചതായ പ്രസാദം വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് കഴിക്കാൻ പാടുള്ളതാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം പലവരും നമ്മളുടെ അടുക്കലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇത് പൗലോസ് ലീഹ പറയുന്നത് ആദിമ ക്രൈസ്തവ സഭയിൽ, കൊരിന്ത സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംശയത്തിൻ്റെ മറുപടിയായിട്ടാണ് പൗലോസ് ഈ വേദഭാഗം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി നൽകുന്നത്. ഇന്നത്തെ പ്രായോഗിക തലത്തിൽ അതിൽ നിന്നും ദൈവികമായ മർമ്മങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പ്രായോഗികമായ തലത്തിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് കളങ്കം വരാത്ത രീതിയിൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് സാധിക്കണം. ഇവിടെ ഇതിനുള്ള മറുപടിയായിട്ട് 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിൽ 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. അറിവ് മനുഷ്യനെ അഹങ്കാരമുള്ളവനാക്കി തീർക്കും, എന്നാൽ സ്നേഹമോ ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. ഈ പലരും ജ്ഞാനിയാണ്, അറിവുള്ളവനാണ് എന്ന് ഗ്രഹിക്കുന്നതും പറയുന്നതും തന്നെ അഹംഭാവമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം
ഈ ലോകത്തിൻ്റെ ബുദ്ധി കൊണ്ടൊന്നും മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അത് ആത്മീയമായ സ്നേഹത്തിലും ആത്മീയമായ കൃപയിലുമാണ് ആ ജ്ഞാനം ലഭിക്കുന്നത്. ഭൗതികമായ ജ്ഞാനമുണ്ട് എന്ന് ധരിക്കുന്നത് തന്നെ അഹംഭാവമാണ് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. കാരണം അറിവുള്ളവൻ ഇപ്പോഴും അറിവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു യാത്രക്കാരനാണ്. അവൻ അറിവുകൾ തേടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവൻ്റെ മുൻപിൽ വീണ്ടും കടന്നു ചെല്ലുന്തോറും ആഴം കൂടിയ കടലോളം കിടക്കുകയാണ് അറിവ്. താൻ ഇതുവരെയും അറിഞ്ഞത് ഒന്നുമല്ല എന്നുള്ള ഉൾബോധ്യമാണ് അവനെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഞാൻ അറിവുള്ളവനാണ് എന്ന്, പാണ്ഡിത്യമുള്ളവനാണ് എന്ന് ഞാൻ സ്വയം പറയുകയാണെങ്കിൽ എന്നിലുള്ള അഹങ്കാരമാണ് എന്നെക്കൊണ്ടത് പറയിപ്പിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ജ്ഞാനമെന്ന് പറയുന്നത് നാം എത്ര ആഴത്തിൽ മുങ്ങിയാലും തീരാതെ കിടക്കുന്ന അനന്തമായ സാഗരമാണ്. ആ ജ്ഞാനത്തിൻ്റെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ജീവിതത്തിൻ്റെ അറിവുകൾ ഇതുവരെയുമുള്ള അറിവുകൾ ഒന്നുമല്ല എന്നുള്ള ചിന്തയോടുകൂടി അറിവിൻ്റെ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അറിവ് അഹങ്കരിക്കുന്നു, സ്നേഹമോ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. തനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഒരുവന് തോന്നുന്നെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഇതാണ് അറിവിനെപ്പറ്റി പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഈ പ്രധാന ചർച്ചാ വിഷയത്തിലേക്ക് അപ്പോസ്തലൻ കടന്നു വരുന്നത്. അവിടെ പറയുന്നത്, ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുൻപ് ആരാണ് ദൈവം, നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവം ആരാണ് എന്ന് ദൈവം തമ്പുരാനെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ്. 4-ാം വാക്യം, വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഒന്നുമില്ലാത്തതാകുന്നുവെന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ലെന്നും നാം അറിയുന്നു. ലോകത്തിൽ യാതൊരു വിധമായ വിഗ്രഹവും ഇല്ലാത്തതാകുന്നു. കാരണം ഏക ദൈവമല്ലാതെ ദൈവമില്ല. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആകാശത്തിലും ഭൂമിയിലും ധാരാളം ദേവന്മാരുണ്ടാകാം, എന്നാൽ സൃഷ്ടാവായ ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ, ഏക ദൈവമാണ്. അതുകൊണ്ട് ആ ഏക ദൈവം സകലത്തിലും കാരണാഭൂതനാണ്. ആ ദൈവത്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലതും ഉളവായി, അവൻ മുഖാന്തരം നാം ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ വിഗ്രഹങ്ങളോടുള്ള ചിരപരിചയം നിമിത്തം വിഗ്രഹാർപ്പിതം എന്ന് തന്നെ ചിന്തിച്ച് ഭക്ഷിക്കുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമായതുകൊണ്ട് അശുദ്ധമായി തീരുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത്,
ദൈവം അല്ലാതെ മറ്റ് ഏകനായി വേറെ ഒരു ദൈവമില്ല. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭൂമിയിലും ആകാശത്തിനും മധ്യേ ധാരാളം ദേവന്മാരും പൂജകളും നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ദൈവമല്ല. ദൈവം ഏക ദൈവമാണ്. ഈ അറിവ് നമുക്ക് ഉണ്ടാകണം. അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് യവന മതക്കാർ, ഗ്രീക്കുകാർക്ക് ആകാശത്തിലും ഭൂമിയിലും ധാരാളം ദേവന്മാരും ധാരാളം കർത്താക്കന്മാരും ഉണ്ടായിരുന്നു. പ്രകൃതി ശക്തി പോലും ഇടിവെട്ടുന്നതും മിന്നലുണ്ടാകുന്നതും അല്ലെങ്കിൽ പേമാരി പെയ്യുന്നതും എല്ലാം ഓരോ ദേവന്മാർക്ക് ഉള്ള പ്രവൃത്തികളാണ് എന്ന് യവനന്മാർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ യവന സംസ്കാരത്തിൽ മാത്രമല്ല, ഭാരതത്തിലും ധാരാളം വിവിധ ദേവന്മാർ അവരിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവരെ ആരാധിക്കുന്നവരുണ്ട്, വിശ്വാസികൾ ധാരാളമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ അന്യദൈവത്തിനെ കൊണ്ടാകരുത്, യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കുകയും അരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. കാരണം സകലതിനെയും സൃഷ്ടിച്ചത് പിതാവായ ദൈവമാണ്. അപ്പോൾ ആ സകലത്തിനും മുഖാന്തരമായി തീർന്ന യേശുക്രിസ്തു എന്ന കർത്താവുമേ നമുക്കുള്ളൂ. യേശുക്രിസ്തു കർത്താവെന്നും സകലത്തിൻ്റെയും സകല നാവും അവനെ കർത്താവെന്ന് വിളിക്കുമെന്നും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സകല മുഴങ്കാലും അവൻ്റെ മുൻപാകെ മടങ്ങും. അവൻ നമ്മുടെ രക്ഷകനും കർത്താവുമെന്ന് സകല നാവുകളും അവനെ സ്തുതിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മുഴുവനും ഈ അറിവുണ്ട്. ആരാണ് ദൈവം? ആരാണ് ദൈവപുത്രനായ രക്ഷകനായ ക്രിസ്തു? അവൻ ദൈവമാണ്. അവൻ മുഖാന്തരം സകലതും ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല. സകല സൃഷ്ടികളും അവൻ്റെ മുൻപാകെ വണങ്ങി നിൽക്കുന്നു. സകല നാവും അവൻ കർത്താവെന്ന് ഏറ്റുപാടുന്നു. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായ ഞാനും നിങ്ങളും ആയിരിക്കുന്ന അനുഭവത്തിൽ പറയുന്നു, ആ ദൈവത്തെ ആരാധിക്കുന്നവരായ നിങ്ങൾ, ആ ദൈവത്തിൽ അറിവുള്ളവരായ നിങ്ങൾ ആ ആത്മീയമായ തീഷ്ണതയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയണം. ആ അറിവ് പലപ്പോഴും ശാപകാരണമായി മാറരുത് എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ അറിവുണ്ടെങ്കിലും ഈ പറഞ്ഞതായ കാര്യങ്ങൾ, ആരാണ് ദൈവം, ആരാണ് ക്രിസ്തു, അവൻ്റെ പ്രത്യേകതകൾ എന്താണ്, അവനെ ആരാധിക്കുന്ന, അവനെ വിശ്വസിക്കുന്ന അറിവുള്ളവരായ നാം ആ അറിവ് ശാപകാരണമായി തീരരുത് എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നു. കാരണം നാം വിശ്വസിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ആ സ്നേഹമാണ് നമ്മെ ബലപ്പെടുത്തുകയും
സഭയെ പടുത്തുയർത്തുകയും ചെയ്യും. ദൈവസ്നേഹത്തിലാണ് നാം നിലനിൽക്കുന്നതും പരിശുദ്ധ സഭയെ പടുത്തുയർത്തുകയും ചെയ്യുന്നത് ആ ദൈവികമായ ദിവ്യസ്നേഹമാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും അറിയും. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ട് വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഇവിടെ കാണുന്നത്. ലോകത്തിൽ പിതാവായ ഏക ദൈവം മാത്രമാണ് ഉള്ളത്. യേശുക്രിസ്തുവാകുന്ന ഏക കർത്താവുമേ നമുക്കുള്ളൂ. അതിനപ്പുറമായി മറ്റ് ദേവന്മാരോ ദൈവങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല. ഒന്നിൻ്റെയും പ്രതിമകളോ അരുത്. അതുകൊണ്ട് ആ വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല എന്നും ആ വിഗ്രഹാർപ്പിതങ്ങൾ എന്ന് പറയുന്നവ ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നും പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു ധ്വനിയാണ് ഈ വാക്യത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മറുപുറം, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളിൽ ഒന്ന് പൗലോസ് പറഞ്ഞത് ദൈവമല്ലാതെ ഏക ദൈവമില്ല, യേശുക്രിസ്തു മാത്രമേ നമുക്ക് കർത്താവായിട്ടുള്ളൂ, വേറെ ദൈവങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും ക്രിസ്തീയ ജീവിതത്തിൽ പ്രസക്തമല്ല. ആ വിഗ്രഹങ്ങൾക്കോ ആ ദേവന്മാർക്കോ പ്രസക്തിയുണ്ടെങ്കിൽ മാത്രമേ ഈ മുമ്പിൽ വെച്ച് ആരാധിച്ച വിഗ്രഹാർപ്പിതങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ആ ദേവന്മാർക്കും വിഗ്രഹങ്ങൾക്കും പ്രസക്തി ഇല്ലാത്തിടത്തോളം കാലം അത് വിഗ്രഹാർപ്പിതം എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അത് ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ ബലിയർപ്പിത മൃഗത്തിൻ്റെ മാംസം ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്. എന്നാൽ ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ചിലർ ദുർബല മനസ്സരാണ്. അവർ ആദ്യം ഇത് ഭക്ഷിക്കും, എന്നിട്ട് അവർ മനസാക്ഷിക്കുത്തുണ്ടാക്കും. കാരണം ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്തത് കൊണ്ട് അവർ ചന്തയിൽ പോയി ഈ മാംസം വാങ്ങിക്കും, ഈ മാംസം ഭക്ഷിക്കും. അത് കഴിയുമ്പോൾ ഇരുന്ന് ചിന്തിക്കും, അയ്യോ ഞാൻ ആ ഭക്ഷിച്ചത് തെറ്റായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് മനസാക്ഷിക്കുത്തുണ്ടാകും. കാരണം അറിവുള്ളവർക്ക് ഇത് ഭക്ഷിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമോ അല്ലെങ്കിൽ ഭക്ഷിക്കാതിരുന്നത് കൊണ്ട് വല്ല കോട്ടമോ ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക കാരണത്താൽ അവരും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ക്രിസ്തു വിശ്വാസിയായി നീ മറ്റൊരിടത്ത് ചെന്ന് ക്ഷേത്രത്തിൽ ഇത് ഭക്ഷിക്കാനിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവരിത് ദുർബല മനസ്കരായ ആളുകൾ കാണാനിടയായാൽ അവർ വഴിതെറ്റിപ്പോകും.
കാലക്രമേണ അവർ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. ഇങ്ങനെ അറിവില്ലാത്തവർ ചെയ്യുന്ന പാപം മുഖാന്തിരം ദുർബല മനസ്സുള്ളവരുമായ ആളുകൾ അതിനെ തെറ്റായി മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ പറയുന്നത് അങ്ങനെയുള്ളവർ യഥാർത്ഥമായി വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുവാൻ ഇടയായി എന്ന് വരും. ഇങ്ങനെ അറിവുള്ളവർ മുഖാന്തിരം അറിയാത്തവർ ചെയ്യുന്ന പാപം യേശുവിനോട് ചെയ്യുന്ന പാപമായി തീരും. അതുകൊണ്ട് വിഗ്രഹാരാധന വിട്ടുപോകണം എന്നാണ് പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. 10-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് വിഗ്രഹാരാധന വിട്ടോടുക. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. വിവേകികളോടെന്ന പോലെ ഞാൻ പറയും നിങ്ങൾ തന്നെ വിവേചിക്കുവീൻ. നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകുന്നത് കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. എന്തെന്നാൽ നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ പങ്കാളികളാകുന്നു. വീണ്ടും താഴേക്ക് ആ വേദഭാഗം നാം വായിച്ചത് മനസ്സിലാക്കണം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വിഗ്രഹാർപ്പിതം നിലനിൽപ്പില്ലാത്ത ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നതാകിയാൽ അതിൽ പങ്കുകൊള്ളരുത്. വെറും ഭക്ഷണമെന്ന നിലയിൽ പോലും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ അറിവുള്ളവർ ഒരുമ്പെടരുത്. കാരണം അത് അറിവില്ലാത്തവരെ വഴിതെറ്റിക്കും. ഈ 2 കാര്യങ്ങളാണ് വിശുദ്ധ വേദവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു ചിന്താക്കുഴപ്പത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയല്ല. വേദപുസ്തക പൗലോസിൻ്റെ ഉപദേശങ്ങൾ വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ചും അത് ഭക്ഷിക്കരുത് എന്നും വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരധ്യായമായിട്ടാണ് 8-ാമത്തെ അധ്യായം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നും നമ്മളെയൊക്കെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന പല ചോദ്യങ്ങളും സംശയങ്ങളും നമുക്ക് നേരെ വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 8-ാമത്തെ അധ്യായം അതുപോലെ തന്നെ 10-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ബോധ്യത്തോടുകൂടെ പഠിക്കുവാനും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തോട് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഈ വേദഭാഗം. കൂടുതൽ ശ്രദ്ധയോടുകൂടെ നമ്മളുടെ ആത്മീയ ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.